നമുക്ക് എയർ ഫ്രൈയിൽ വെച്ചൊരു ക്രിസ്പി സ്നാക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നല്ല ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഞാനിപ്പോൾ ആദ്യം 1/4 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് കുറവാണെന്ന് തോന്നി വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടൊരു ബാറ്ററാണ് നമുക്ക് വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഇതേപോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓയിൽ ഫ്രൈ ചെയ്താണ് എടുക്കാറ്. അപ്പോൾ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണ് കഴിക്കുമ്പോൾ, അയ്യോ തടി കൂടും, അയ്യോ ഇത് ഹെൽത്തി അല്ലല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ എയർ ഫ്രൈയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗും വേണ്ട. കാരണം നമ്മൾ അത്രയ്ക്കും കുറച്ച് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ എണ്ണയിൽ വറുക്കുന്ന പോലെ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എയർ ഫ്രയർ 200 ഡിഗ്രി സെൽഷ്യസിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഓയിൽ. എന്നിട്ട് വീണ്ടും 1 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കോളിഫ്ലവർ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് വെക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം 200 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുന്നത്. ഒരു മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും എയർ ഫ്രൈ സെറ്റിങ്സിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്നുകൂടി തുറന്ന് നോക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ ഒന്നും തീരെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ ഓയിലൊക്കെ ബ്രഷ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള സമയം കൂടി കുക്ക് ചെയ്യാം. ഇത് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒന്നുകൂടി ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് മാക്സ് ക്രിസ്പ് എന്നുള്ള ഓപ്ഷനിൽ വെക്കാം. അപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടും കോളിഫ്ലവർ. ഈ കിളിങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കണമെന്ന്. നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ട്. നല്ല ക്രഞ്ചിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.